ഹായ് ഗായ്സ്, KL വേൾഡ് വൈഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെങ്കോട്ടയിൽ നിന്നും സുരണ്ടയിലേക്ക് പോകുന്ന റൂട്ടിലാണ്. അടിപൊളി ഒരു വ്യൂ ആണ്, നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെങ്കോട്ട ആർച്ചിന്റെ അവിടെ ചെല്ലുന്ന വഴിയാണിത്. ആർച്ചിന്റെ അവിടെ നിന്ന് സുരണ്ടയിലേക്ക് കയറുന്ന വഴിയാണ്. നമ്മൾ ചെങ്കോട്ട ടൗൺ എത്തുന്നതിന് മുമ്പേ ലെഫ്റ്റ് ടേൺ ചെയ്ത് വേറെ റൂട്ട് വഴി നമ്മൾ സുരണ്ട റോഡിൽ കയറും. ആ റോഡല്ല, ഇത് ആർച്ച് വഴി വരുമ്പോഴുള്ള റോഡാണ്. ആർച്ച് വഴി എന്ന് പറയുമ്പോൾ ബസ് സ്റ്റാൻഡ്, ചെങ്കോട്ട പോലീസ് സ്റ്റേഷൻ വഴിയൊക്കെ വരുമ്പോഴുള്ള റോഡാണത്. പശുക്കളും മനുഷ്യന്മാരും എല്ലാം ഇവിടെ റോഡിൽ കൂടെയാണ് കേസ് നടക്കുന്നത്. എന്താ ചെയ്യുക, ഇതൊക്കെ നമ്മളെ നോക്കിയാണ്ടും പതുക്കെ പോയില്ലെങ്കിൽ ഇവിടുന്ന് അടി വരുന്ന വഴി അറിയത്തില്ല ഗൈസ്. പശുവിനെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ വേണം റോഡിൽ നിന്ന് മാറി ഒതുങ്ങിപ്പോൻ. പശുവൊക്കെ റോഡിൽ കൂടെ പോകത്തുള്ളൂ. ഇതൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥകൾ. നല്ലൊരു കാലാവസ്ഥയാണ്. മഴ ചെറുതായിട്ട് പെയ്ത് തോന്നുന്നു, വെയിൽ വന്നിട്ടുണ്ട്. നമ്മൾ മാക്സിമം ആർക്കും ശല്യമില്ലാത്ത രീതി ഒതുക്കിയാണ് ഇട്ടുന്നത്. അവിടെ നമ്മൾ വണ്ടി എടുത്ത് മുന്നോട്ട് വന്നപ്പോൾ ഒരു അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുകയാണ്. അമ്പലത്തിലെ ഉത്സവമാവാൻ സാധ്യതയില്ല. ഇവിടെ എന്തൊക്കെയോ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു പ്രതിഷ്ഠ വല്ലതായിരിക്കും. നമ്മളത് വഴി വന്നപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ന്യൂസിന് നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. കാണാൻ നല്ല രസമാണ് കേസ്. അതൊക്കെ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ നമ്മളെ വെള്ളമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പമ്പിൽ കയറിയിട്ട് തണുത്ത വെള്ളമുണ്ട് കേസ്. അവിടെ നിന്ന് തണുത്ത വെള്ളം പിടിച്ച് എന്തിനാ വെറുതെ കാശ് കൊടുത്ത് തണുത്ത വെള്ളം മേടിക്കണേ. നമ്മൾ അവിടെ നിന്ന് തണുത്ത വെള്ളം പിടിച്ച് നേരെ വണ്ടി എടുക്കാൻ പോവുകയാണ്. അവിടെ ഒതുക്കിയിട സ്ഥലമില്ലായിരുന്നു കേസ്. സൈഡിലാണെങ്കിൽ ഫുള്ള് മണ്ണ് ചെളിയായിട്ട് കിടക്കുന്നത്. അവിടെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ വണ്ടിയിലൂടെ കൊണ്ട് അവിടെ ഇരിക്കേണ്ടി വരും. പിന്നെ കുറച്ച് റോഡിലായിട്ടിരുന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് നമുക്ക് വള്ളക്കടവായിരുന്നു ലോഡ്. വള്ളക്കടവ് എയർപോർട്ടിന്റെ സൈഡിലാണ്. വള്ളക്കടവ് ഗോഡൌണിനെ പറ്റി അറിയുന്നവർക്കൊക്കെ അറിയാം ഇവിടുത്തെ സാഹചര്യം, ഇവിടുത്തെ അവസ്ഥകളും. അപ്പം നമ്മളവിടെ വന്നപ്പം BSRന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി പാതി ഇറക്കി തീരാറായി. നമ്മളെ വണ്ടി അപ്പുറത്ത് പിടിച്ചിട്ടേക്കുമായിരുന്നു. നമ്മളെ വണ്ടി മൊത്തം ഗോഡൌണിൽ ഇറക്കി വെച്ചപ്പം തന്നെ വിട്ട്. ആ ലോഡ് നമ്മൾ ഇറക്കിയിട്ട് അതിന് ശേഷം എടുത്ത ലോഡാണ് ഈ മാന്നാറ്. അപ്പം നമ്മൾ മാന്നാറ് ഗോഡൌണിലല്ല വന്നിരിക്കുന്നത്. മാന്നാറ് ഗോഡൌണിലേക്ക് പോകുന്ന വഴി തന്നെ സ്റ്റീൽ മാൾ എന്ന് പറയുന്നൊരു കടയുണ്ട്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ സൈറ്റാണിത്. ഇവിടെ മൊത്തത്തിൽ ഇറക്കി വെക്കുകയാണ്. ഗോഡൌണല്ല, സൈറ്റ് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ലോഡ് ഉടനെ തന്നെ ഇറക്കി വിടും. ഇവിടുന്ന് ലോഡ് ഇറക്കി വിട്ടാൽ തന്നെ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നതായിരിക്കും കേസ്. ഭായിമാരൊക്കെ പടപട ലോഡ് ഇറക്കുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് ടാർപ്പ് പിടിച്ച് ഊപ്പാട് വരും. പിന്നെ ഞാൻ ഭായിമാരെ